അങ്ങനെ ഞാൻ റൈഫിൾ ക്ലബ്ബ് കണ്ടു. എനിക്ക് ഈ പടം മൊത്തത്തിലൊക്കെ ഒരു ടോട്ടൽ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫുള്ളി സമ്മാനിച്ചത്. സോ മൊത്തം നല്ലൊരു പോസിറ്റീവ് അനുഭവം കുറേ ആൾക്കാർക്ക് കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ. ബട്ട് എനിക്കെന്തൊരു ആവറേജ് ഫീലാണ് സിനിമ നല്ലത്. നല്ലൊരു മേക്കിംഗ് ഉള്ളൊരു പടമാണ്. ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ടുള്ള പ്ലോട്ടും കാര്യങ്ങളാണ്, ബട്ട് മേക്കിംഗ് അടിപൊളിയാണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുള്ള കാസ്റ്റിംഗ് ആണ്. കിടിലൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കിടിലൻ കാസ്റ്റിംഗ്. അത്രക്കും വൈബ് ആൾക്കാരെന്നെല്ലാം പറയില്ല. ഇപ്പോൾ സുരഭി ലക്ഷ്മി, അനുരാഗ് കശ്യപ് വില്ലനായിട്ട് വരുന്നുണ്ട്, പിന്നെ ദിലീഷ് പോത്തൻ, ദർശൻ, അങ്ങനെ കുറേ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫുള്ളി വൈബ് പടമാണ്. ബട്ട് എന്താ പറയുക, പവർഫുൾ ആക്കാമായിരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതൊന്നും പവർഫുൾ ആക്കിയില്ല. ഫുള്ളി ഒരു പ്ലെയിൻ രീതിയിലേക്ക് ആ സാധനം പോകുന്നത്. സോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആഷിഖ് അബുവാണ്. അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനെ ഒരെണ്ണമായിട്ടുള്ള ജോണറും ഞാൻ കൈകാര്യം ചെയ്യാത്ത ആളാണ്. സോ മുപ്പത് നല്ല ട്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നൈസ് ട്രൈ. സോ ആ ട്രൈയിൽ 50% അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പടത്തിൻ്റെ പ്ലോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പ്ലോട്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിന് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റിയ കുറേ സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ എന്താ പറയുക, അധികം യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അത് ഡയറക്ടർ ആ ഒരു മേക്കിങ്ങിൽ മാത്രം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് റൈറ്റിങ്ങിൽ കുറച്ചും ശ്രദ്ധിക്കാതെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരു രക്ഷയില്ല. വൈബ് ക്യാരക്ടേഴ്സിന് ഓൾറെഡി പറയും കാസ്റ്റിങ്ങിനെ പറ്റി. അത് നൈറ്റ് വിഷ്വൽസ് എല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ നൈറ്റ് വിഷൻ വരുന്ന പോർഷൻസ് ഒക്കെ അടിപൊളിയാണ്. ആൻഡ് ഫുള്ളി ഇതിനകത്ത് റൈഫിൽ കൊണ്ടുള്ള കളിയാണ്. സോ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു റൈഫിൽ ക്ലബ്ബ്, അതിനകത്തുള്ള കുറച്ച് കൂട്ടം ഫാമിലി, പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരുന്ന അവർ തമ്മിലുള്ള ക്ലാഷ്, കോൺഫ്ലിക്റ്റ്, അതൊക്കെ എടുത്ത് കാണിക്കുന്ന സിനിമയാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ്, സിംപ്ലിസിറ്റിയാണ്. പക്ഷെ എന്താ പറയുക, പവർഫുൾ ആക്കാമായിരുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അത് ഫുള്ളി ഒരു ഇമ്പാക്ട് തന്നില്ല എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. കിടിലൻ സാധനമാണ്, കിടിലൻ പ്ലോട്ടായിരുന്നു. ബട്ട് അത് ഫുള്ളി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതിനകത്ത് എനിക്ക് മെയിൻ ഘടകമായിട്ട് തോന്നിയത് വില്ലൻസ് ആണ്. ആൻഡ് എനിക്കത് കാര്യമായിട്ട് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഹനുമാൻ ഖാൻ്റെ ഉണ്ട്. എനിക്ക് ഓൾറെഡി അറിയാം. ഹനുമാൻ ഖാൻ്റെ ഇംഗ്ലീഷ് ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. അത് ഈ സിനിമയിൽ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ബിഗ് ഡോഗ്സ് പാടുമ്പോൾ നമുക്ക് അറിയാം. ബട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിനൊരു ഒറ്റ കുറവില്ല. കിടില ആക്സെൻ്റ് ആണ് ഒരു മൂപ്പര് ഇംഗ്ലീഷ് ആക്ഷനൊക്കെ. പക്ഷേ മൂപ്പരെ ഒരു ഇൻട്രോയും കാര്യങ്ങളും പ്ലെയിൻ തന്നെയാണ്. ബട്ട് സെക്കൻഡ് ഇട്ട് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. ഒരു മൂപ്പരെന്നെ പാടിയ ഒരു പാട്ടുണ്ട്, കില്ലേഴ്സ് കൊണ്ട് ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിലൊരു ഇൻട്രോ ഉണ്ട് മോനെ, കിഡിലൻ സ്വാഗ്. മൂപ്പരെ ഒരു സ്റ്റാർ ആക്കാൻ പറ്റിയ എല്ലാ വിഷയവും കാണുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, മൂപ്പരെ കൊണ്ട് ഒരു പരിപാടി ഇതിനകത്ത് ചെയ്യിപ്പിക്കാതെ പോലെ തോന്നി. നല്ലൊരു കിണ്ണം കിടക്കാച്ച ഇൻട്രോയിൽ വന്ന് പിന്നെ മൂപ്പരെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ അനുരാഗ് കശ്യപിനകത്ത് വില്ലനായിട്ടാണ് വരുന്നത്. ഒരു കാര്യമില്ല, സാധാ സിനിമയിലെ സ്ട്രൈറ്റ് ഇങ്ങനെ വില്ലന്മാരെങ്ങനെ മരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അതെനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടമില്ലാതെ പെടാത്ത കാര്യം, മൊത്തം പ്ലെയിനായി പോയി. ഒറ്റ ട്വിസ്റ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് വളരെ പ്ലെയിനായിട്ട് ഒരു സംഭവം. വില്ലന്മാർ വരുന്നു, വില്ലന്മാരെ കൊല്ലുന്നു. ഒരു ഉണ്ടോ സംഭവം നമ്മളെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല. സോ അങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന സാധനം. കിടിലം കളി ആക്കാൻ പറ്റിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നല്ലതാക്കിയില്ല. ചില സീക്വൻസ് ഒക്കെ പകുതിക്കിട്ട് പോയ പോലെ തോന്നി. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വോൾട്ടെല്ലാം പറയുന്നുണ്ട്, വോൾട്ടിനെ പറ്റിയിട്ട് പഴയ തോക്കെല്ലാം വെക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം. സോ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കാണിച്ചിട്ടില്ല. അങ്ങനത്തെ പകുതിക്കെന്ന് പറയുന്നത് ഇട്ട പോലത്തെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളി സിനിമ തന്നെ ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫിലാണ് ഒരു കുറച്ചെങ്കിലും ഒരു എൻഗേജിങ് ഫാക്ടർ വരുന്നത്. ഒരു വെടിയും മൊത്തം റൈഫിലുണ്ടുള്ള പരിപാടിയാണ്. തോക്ക്, അടി, വെടി, അതന്നെ കത്തി പരിപാടിയൊന്നുമില്ല, ഫുള്ള് തോക്കൊണ്ടുള്ള പരിപാടിയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചില പരിപാടികൾ ഇഷ്ടപ്പെട്ടു, ചില ബിൽഡപ്പെല്ലാം ഉണ്ട്. വിജയരാഘവനുണ്ട് ഈ സിനിമയിൽ. വിജയരാഘവൻ്റെ ചില പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു, അത് നൈസായിട്ട് തോന്നി. പക്ഷെ എന്നാലും കുറച്ചും കൂടി നന്നാക്കാൻ പറ്റിയ നല്ല നല്ല സീക്വൻസ് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നമ്മൾ ഇതിങ്ങനെ ആയിരിക്കും എന്നല്ല വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അതങ്ങനെ എത്തിച്ചില്ല. അങ്ങനത്തെ രീതിയിലേക്കാണ് ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ബിൽഡപ്പ് എല്ലാം കൊടുത്ത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ സാധനം വന്നിട്ടുണ്ടെങ്കിലും ഒരു 50% പോർഷൻ മാത്രമേ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര ഇമ്പാക്റ്റ് ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് സിനിമ അടിപൊളിയാക്കാൻ പറ്റിയ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ആയിട്ട് തോന്നി. ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് വെടിയും പുകയൊക്കെ നല്ലതാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ബീജം സോങ്സ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് തന്നെ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ടെല്ലാം ഉണ്ടായി, ഞാൻ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബീജം എല്ലാം വരുന്നുണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ. ഫസ്റ്റ് ഹാഫിലൊരു ഡ്രാമ മൂഡിലെല്ലാം പോകുന്നുണ്ട്, ഒരു പാട്ടും കാര്യങ്ങളും വെക്കാണ്ട് ഡ്രാമ മൂഡ് പോകുന്ന പോലെ. ബട്ട് എന്താ പറയുക, അവരൊരു കോമഡിയും കാര്യങ്ങളും ചില ഉള്ളത് കൊണ്ടല്ലേ ചില കുറച്ച് എൻഗേജിങ് ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അധിക സമയം ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്ക് എന്താ പറയുക തീരെ ഒരു എൻഗേജിങ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത് എന്ത് സംഭവിക്കുന്നുള്ള നമ്മളെ മനസ്സിൽ തോന്നിക്കണ്ടേ, അങ്ങനത്തെ ഒരു പരിപാടി ഇതിനകത്ത് തോന്നിയിട്ടില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ. സെക്കൻഡ് ഹാഫിലാണ് മെയിൻ പരിപാടി ഇങ്ങനെ തോന്നുന്നത്. അതും ഫുള്ളി ഫുൾഫിൽ ചെയ്യാത്ത പോലെ തോന്നി. അങ്ങനെ കുറച്ച് നല്ല അവിടെ ഇവിടെയുള്ള അല്ല ഭയങ്കര സംഭവം ഒന്നും പറയാൻ പറ്റാത്തൊരു പടമായിട്ട് തന്നെ എനിക്ക് ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ തോന്നി. എൻ്റെ ആഷിഖ് കപൂറിന് ഒരു നല്ല ട്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ അകത്ത് വെച്ച് ഒരു പരിപാടിയിലുണ്ട്, ഈ ഒരു മേക്കിംഗ് സെറ്റപ്പ് ഒക്കെ, അതൊക്കെ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പരിപാടി ഈ പേരിന് ഒത്ത സിനിമ തന്നെയാണ്, അത് കറക്റ്റായിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട്. അതിനൊരു എക്സിക്യൂഷൻ ഒരു 50% അടിപൊളി ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാം. മൊത്തത്തിലൊക്കെ എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമ നൽകിയിട്ടുള്ളത്. കിടിലൻ കാസ്റ്റിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈബ് ആൾക്കാർ, അതുകൊണ്ട് തന്നെ കുറേ സീക്വൻസ് തന്നെ ഒരു വൈബാക്കുന്ന ഒരു കോമഡി ആക്കുന്ന സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ടേബിളിൽ ഒരു ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല രസമാണ്. സോ അങ്ങനത്തെ കുറച്ച് നല്ല സാധനങ്ങളിലുണ്ട്. എന്നാലും ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ട് ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടം. സോ കണ്ടിട്ട് ഏതായാലും തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. കുറച്ച് വയലൻസും കാര്യങ്ങളിലും ഉണ്ട്, വെടിയും പുകയുള്ളതിനെ കൊണ്ട് തന്നെ, അത്രേ പറയുള്ളൂ.